നമസ്കാരം. PS ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 19/1/2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായി ചേർന്നത് ആരാണ്? അത് നൈജീരിയ. അതാണ് നൈജീരിയ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായി ചേർന്നത് നൈജീരിയ. നെക്സ്റ്റ്, ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? അത് 2025 ജനുവരി 19 ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴാണ്? 2025 ജനുവരി 19 മുതൽ. ഓക്കെ അല്ലേ? ഇനി 2025 ജനുവരി 20 US-ൻ്റെ എത്രാമത് പ്രസിഡൻ്റായാണ് റൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നത്? 47 അല്ലേ? 2025 ജനുവരി 20 US-ൻ്റെ എത്രാമത് പ്രസിഡൻ്റായാണ് റൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നത് ചോദിച്ചാൽ പറയണം എത്രയാണ്? അത് 47. എത്രയാണ് കൂട്ടുകാരെ? 47. ഓക്കെ അല്ലേ? അപ്പം 2025 ജനുവരിയിൽ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായി ചേർന്നത് നൈജീരിയ ആണ്. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത് 2025 ജനുവരി 19 മുതലാണ്. 2025 ജനുവരി 20 US-ൻ്റെ എത്രാമത് പ്രസിഡൻ്റായാണ് റൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നത്? അത് 47. ഓക്കെ അല്ലേ? ഇനി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്നവരാണ്? അത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്നവരാണ്? അത് രോഹിത് ശർമ്മ. ആരാണ്? രോഹിത് ശർമ്മ. ഓക്കെ അല്ലേ? ഇനി ഈയിടെ അന്തരിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസമാണ് ആര്? ഡെന്നിസ് ലോ. ആരാണ്? ഡെന്നിസ് ലോ. അതാണ് ഡെന്നിസ് ലോ. ഈയിടെ അന്തരിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരമാണ് അത് ഡെന്നിസ് ലോ എന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് ആരാണ്? കർണാടകയാണ്. ഓർത്തു വെച്ചോ, PS ചോദിക്കും. ഇമ്പോർട്ടൻ്റ്. എന്താണ്? വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് ആരാണ്? കർണാടകയാണ്. 5ാം തവണയാണ് ആര്? കർണാടക ചാമ്പ്യന്മാരാകുന്നത്. എത്രാം തവണയാണ്? 5ാം തവണ. വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് കർണാടകയാണ്. 5ാം തവണയാണ് ചാമ്പ്യനാവുന്നത്. ഓക്കെ അല്ലേ? ഇനി ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്യാന്തര പുരസ്കാരമായ വേൾഡ് കോൺഗ്രസ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ഡോക്ടർ S. അഭിലാഷ്. ആരാണ്? ഡോക്ടർ S. അഭിലാഷ്. ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രാജ്യാന്തര പുരസ്കാരമായ വേൾഡ് കോൺഗ്രസ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ആര് കൂട്ടുകാരെ? ഡോക്ടർ S. അഭിലാഷ്. ആരാണ്? ഡോക്ടർ S. അഭിലാഷ്. ഓക്കെ അല്ലേ? ഇനി കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടവരെ പിടിച്ചു നടത്താൻ സഹായിക്കുന്ന റോബോട്ടായ പ്ലൂട്ടോ വികസിപ്പിച്ചെടുത്തത് IIT മദ്രാസ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഗവേഷകരാണ്. അപ്പം ഓർത്തു വെച്ചോ, കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടവരെ പിടിച്ചു നടത്താൻ സഹായിക്കുന്ന റോബോട്ടാണ് ഇത് പ്ലൂട്ടോ അല്ലേ? പ്ലൂട്ടോ വികസിപ്പിച്ചെടുത്തത് IIT മദ്രാസ്, അതുപോലെ തന്നെ വല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ എന്നിവിടങ്ങളിലെ ഗവേഷക വിദ്യാർത്ഥികളാണ് അല്ലേ? ഇനി വ്യാപാരം തൊട്ട് സൈനിക സഹകരണം വരെ നീളുന്ന വിപുലമായ സഹകരണ ഉടമ്പടിയിൽ റഷ്യയുമായി ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതാണ്? അത് ഇറാനാണ്. ആരാണ്? ഇറാൻ. വ്യാപാരം തൊട്ട് സൈനിക സഹകരണം വരെ നീളുന്ന വിപുലമായ സഹകരണ ഉടമ്പടിയിൽ റഷ്യയുമായി ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് ഇറാനാണ്. ആരാണ്? ഇറാനാണ് അല്ലേ? ഇനി കേരള കോർട്ട് ഫീ നിയമ ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് VK മോഹൻ കമ്മിറ്റി. ഏതാണ്? ജസ്റ്റിസ് VK മോഹൻ കമ്മിറ്റി. കേരള കോർട്ട് ഫീ നിയമ ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് ജസ്റ്റിസ് VK മോഹൻ കമ്മിറ്റി. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ എന്താക്കുക? നമ്മുടെ ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും PVK ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം. ബൈ. സി യു.